കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സഞ്ജയ്ക്ക് ആകെ അങ്ങോട്ട് കലിതുള്ളിട്ട് ഇരിക്കുകയാണ് കേട്ടോ. സഞ്ജയ് അങ്ങനെ പറയുന്നുണ്ട്, എന്ത് വില കൊടുത്തിട്ടാണെങ്കിൽ കുഴപ്പമില്ല, ഗിരിയോട് പകരം വിട്ടിട്ടേ കാര്യമുള്ളൂ പറഞ്ഞിട്ട് പറയണേ. എൻ്റെ വീട്ടുകാരനെയും ഒക്കെ അവൻ ആൾക്കാരെ മുന്നിൽ വെച്ച് നാണം കെടുത്തി. പിന്നെ എൻ്റെ അനിയത്തിനെ ഇപ്പോൾ കരയിപ്പിച്ചു അവന്. അപ്പോൾ അവൻ്റെ അനിയത്തിനെ വെച്ചിട്ട് തന്നെ എനിക്ക് കളിക്കണം പറഞ്ഞിട്ട് സഞ്ജയ് സ്വപ്നനെ വിളിക്കണം കേട്ടോ. സ്വപ്നനെ വിളിച്ചിട്ട് എനിക്ക് നിന്നെ ഇപ്പോൾ കാണണം പറഞ്ഞിട്ട് പറയണം. അതിനെന്താ സഞ്ജയേട്ടാ, ഞാൻ വന്നോളാം പറഞ്ഞിട്ട് അവൾ ഇറങ്ങി വരാൻ നിൽക്കുകയാണ് കേട്ടോ. ഇറങ്ങി വരാൻ നിൽക്കുന്ന നേരത്ത് നമ്മുടെ മഞ്ജു അവളെ കാണും. എന്നിട്ട് സ്വപ്ന പറഞ്ഞിട്ട് വിളിക്കും. അപ്പോൾ അവളവിടെ നിൽക്കും കേട്ടോ. എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജു ചോദിക്കും, നീ എങ്ങോട്ടാണ് പോകണത്? അതൊക്കെ നിന്നോട് ഞാൻ എന്തിനാണ് പറയണത്? അല്ല, നീ സഞ്ജയനെ കാണാൻ വേണ്ടി പോകണമെന്ന് എനിക്കറിയാം. ഗിരിയേട്ടൻ നിൻ്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്താണ് സഞ്ജയനെ കാണണ്ട. എന്താണെന്ന് എനിക്കത് മനസ്സിലാവുന്നത്? ഞാനൊരു പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ്, എനിക്കറിയാം എൻ്റെ തീരുമാനം എടുക്കാൻ. നിങ്ങൾ ആരും എൻ്റെ ഒരു തീരുമാനം എടുക്കണ്ട. എനിക്ക് ചേട്ടൻ്റെയും നിൻ്റെയൊന്നും ഒരു ഉപദേശം എനിക്ക് വേണ്ട പറഞ്ഞിട്ട് എതിർക്കുകയാണ് കേട്ടോ സ്വപ്ന. നിനക്കെന്തേ സ്വപ്ന, അവനെക്കുറിച്ച് നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കണോ ഗിരിയേട്ടൻ? അവൻ നല്ലവനല്ല. നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത്? എനിക്ക് ഒന്നും കേൾക്കണ്ട. സഞ്ജയ് ഏട്ടനെ മതി എനിക്ക്, വേറെ ആരും എനിക്ക് വേണ്ട. നിങ്ങളുടെ ആരുടെ ഉപദേശം എനിക്ക് വേണ്ട പറഞ്ഞിട്ട് ഓരോന്നും പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജു ഉപദേശിച്ചു കൊടുക്കണം. പക്ഷെ അതൊന്നും കേൾക്കാനുള്ള ഒരു മനസ്സ് പോലും സ്വപ്നം കാണിക്കണില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ മഞ്ജു പിന്നെയും പറയുന്നുണ്ട്, നിന്നോടുള്ള ദേഷ്യം കൊണ്ടോ ഒന്നുമല്ല, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഗിരിയേട്ടൻ അവനായിട്ടുള്ള ഒരു ബന്ധം നിന്നോട് വേണ്ട പറയണം. അവൻ അത്രക്കാരനാണ്, എല്ലാം അറിയണോണ്ടാണ് ഗിരിയേട്ടൻ അത് വേണ്ട പറഞ്ഞുകൊണ്ട് അതും പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ സ്വപ്ന പറയും, കരുതലൊന്നും അല്ല, എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും, എന്നോടുള്ള അസൂയ കൊണ്ടാണ്. എന്താണെന്ന് അറിയോ, ഗിരിയേട്ടൻ എത്ര വർഷങ്ങളായി ഗോപാലച്ചിൻ്റെ ഒപ്പം പണിയെടുക്കണു. എന്നിട്ട് ഗിരിയേട്ടന് കിട്ടുന്നതാണ് നക്കാപ്പിച്ച കുറച്ച് പൈസ. അപ്പോൾ പെട്ടെന്ന് ഞാൻ സഞ്ജയ് ഏട്ടനെ കെട്ടിയിട്ട് വലിയൊരാളായി പറഞ്ഞ ഗിരിയേട്ടൻ തൊഴിലാളിയാവും, ഞാൻ മുതലാളിയാകും. അപ്പോൾ ഗിരിയേട്ടൻ എന്നോട് അസൂയ തോന്നില്ലേ? അതുകൊണ്ടാണ് ഗിരിയേട്ടൻ ഇതൊന്നും വേണ്ട പറഞ്ഞത്, അല്ലാണ്ട് എന്നോടുള്ള ഒരു കരുതലോ സ്നേഹമോ ഒന്നും കൊണ്ടൊന്നും അല്ല പറഞ്ഞിട്ട് മഞ്ജുവിനെ ഓരോന്നും പറഞ്ഞ് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെയും സ്വപ്ന പറയുന്നുണ്ട്, സ്വപ്നം നിർത്തലേയില്ല. ഞാൻ ഇപ്പോൾ ഒന്നിനും കൊള്ളാത്തവളായിട്ടല്ലേ ഇത്ര നാൾ ഇരുന്നത്. ഇനി പെട്ടെന്നൊരു മുതലാളിയാവുമ്പോൾ ഗിരിയേട്ടനോട് ഞാൻ കണക്ക് ചോദിച്ചാലോ പറഞ്ഞിട്ടാണ് ആ ഒരു പേടിയാണ് ഗിരിയേട്ടനെ. അങ്ങനെയൊന്നും ഇല്ല. ഗിരിയേട്ടൻ എനിക്ക് വേണ്ടി എന്ത് വേണം ചെയ്യും, എന്തും ചെയ്യുമൊന്നും വേണ്ട. എന്നെയും സഞ്ജയേട്ടനെയും കൂടി കല്യാണം കഴിപ്പിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. അറിഞ്ഞുകൊണ്ട് നിന്നെ കുഴി ചാടിക്കും നിൻ്റെ ഏട്ടൻ. നീ എന്തൊക്കെയാണ് പറയണം സ്വപ്നയെ വേണ്ടി നമ്മുടെ മഞ്ജു ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ മഞ്ജുനൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വന്നിട്ട്, നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാത്ത? അവനൊരു വിഷയമാണ്. വിഷയമായിട്ടാണല്ലോ നീ അവനെ കല്യാണം കഴിക്കാനൊക്കെ തീരുമാനിച്ചത്. ഞാനായിട്ട് തീരുമാനിച്ചതല്ല, എനിക്ക് ആ ഒരു ഗതികേടായിരുന്നു. അവനെ കല്യാണം കഴിച്ചേ പറ്റുള്ള ഒരു ഗതികേട് വന്നപ്പോൾ ഞാൻ സമ്മതിച്ച് പോയതാണ്. അതൊന്നും അല്ല മഞ്ജു, പൂത്ത കാശുള്ള ഒരാൾ വന്നപ്പോൾ കല്യാണം കഴിക്കാൻ വേണ്ടി നീ കല്യാണം കഴിക്കാൻ വേണ്ടി നിന്നതല്ലേ. ഇനി ഒന്ന് എന്നോട് പറയാൻ നിൽക്കണ്ട പറഞ്ഞിട്ട് സ്വപ്ന മഞ്ജുവിനെ വിലക്കുകയാണ് കേട്ടോ. നമ്മുടെ സ്വപ്ന മഞ്ജുവിനെന്ത് പറയും, നിനക്ക് എന്നോട് അസൂയ ഉണ്ടാവും. കാരണം നീ മണ്ടൻ വരെ എത്തിയിട്ട് അവനെ കല്യാണം കഴിക്കാനുള്ള ഒരു ഭാഗ്യം നിനക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ആ ഭാഗ്യമുണ്ട്. അതുകൊണ്ട് നിനക്ക് എന്നോട് അസൂയ ഉണ്ടാവും. എനിക്ക് നിന്നോട് ഒരു അസൂയയില്ല. കാരണം നീ പോണത് വലിയൊരു ആപത്തിക്കാണ്, വലിയൊരു കുഴിക്കാണ് നീ ചാടാൻ വേണ്ടി പോണത്. ഇപ്പം അറിയില്ല, കുറച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ അവൻ എന്താണ് എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയും പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജു സ്വപ്നയോട് പറയണം കേട്ടോ. അവൻ നിന്നെ കല്യാണം കഴിക്കുന്നത് എനിക്കെന്താ ഇത്ര ഉറപ്പ്? അവൻ ഇങ്ങനെ കുറേ കുട്ടികൾക്ക് ഇങ്ങനെ വാഗ്ദാനം കൊടുത്തവനാണ്. എന്നിട്ട് ലാസ്റ്റ് കല്യാണം ഒന്നും കഴിക്കണില്ല. പിന്നെ അവൻ ഇൻ്റർവ്യൂ പറഞ്ഞിട്ട് വിളിക്കുന്നത് അവൻ്റെ ഹോട്ടലിലേക്കാണ്. എന്നിട്ട് അവനെ പീഡിപ്പിക്കും. അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള ഒരു ആളാണ് അവന്. എനിക്ക് എന്താണ് ഇത്രയും പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവില്ല. അവൻ ഹോട്ടലിലേക്ക് പറഞ്ഞിട്ട് വിളിച്ചിട്ട് അവർക്ക് ജ്യൂസിൽ മയക്കുമായിരുന്നു അങ്ങനെ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. നീ എന്താണ് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ നമ്മുടെ മഞ്ജു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇതൊക്കെയായിരിക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് for watching.